ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെസ് നോളജ് ഹബ്. ഞാൻ എം ജെ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 മാത്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ മോഡലും ഓരോ ഹോംവർക്ക് കൂടി തരാം. അതൊക്കെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. സോ എന്ത് ചെയ്യാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റ വെച്ച് തുടങ്ങാം. 3 ഡാറ്റ ഉണ്ട്. ഏതൊക്കെയാണ്? റോ ഡാറ്റ, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. നമ്പർ മാത്രം, കുറച്ച് സംഖ്യകൾ മാത്രം, കുറച്ച് എന്താണ്, അതായത് മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മാർക്കാണ് കുട്ടികൾ മേടിച്ചിട്ടുള്ളത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, അത് റോ ഡാറ്റയാണ്. അല്ലെങ്കിൽ ഒരാളുടെ പ്രായം, ഏജ് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തരികയാണെങ്കിൽ, നമ്പേഴ്സ് മാത്രം തരികയാണെങ്കിൽ അത്തരം ഡാറ്റയാണ് എന്തെന്ന് പറയാ, റോ ഡാറ്റ എന്ന് പറയാം. അടുത്താണ് ഡിസ്ക്രീറ്റ് സീരീസ്. കുറച്ച് നമ്പറും അതിന്റെ കൂടെ അതിന്റെ എണ്ണവും തരികയാണെങ്കിൽ, നമ്പറും ഫ്രീക്വൻസിയും നമ്പറും എണ്ണവും തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അതിനെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയാം. കണ്ടിന്യൂസ് സീരീസ്, ക്ലാസ്സും എണ്ണവും തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ക്ലാസ്സും ഫ്രീക്വൻസിയും തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അതിനെ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയാം. ഇത് കൃത്യമായി മനസ്സിലായാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അപ്പൊ അടുത്താണ് നമുക്ക് എന്ത് ചെയ്യാം, മീൻ ഡീവിയേഷനിലേക്ക് പോകാം. എന്താണ് മീൻ ഡീവിയേഷൻ? അബൌട്ട് മീനിന്റെ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ചോദിക്കുക. നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പക്ഷെ അറിയാതെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ഇത്രേ ഉള്ളൂ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണണമെങ്കിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നർത്ഥം. എന്താണ് സിഗ്മ എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? ടോട്ടൽ എന്നാണ് അർത്ഥം. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എന്നാണ് അർത്ഥം. അപ്പൊ ഇത്രേ ഉള്ളൂ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സിഗ്മ മോഡ് എക്സ് മൈനസ് മീൻ ബൈ എൻ. ഇവിടെ ഉദ്ദേശിച്ച സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ആണ്, എത്ര എണ്ണം എന്നുള്ളതാണ്. കൂടാതെ ഇനി അടുത്തത് മീൻ ഡീവിയേഷൻ അബൌട്ട് എന്താണ്, മീൻ തന്നെയാണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് എന്താണ്, മീൻ തന്നെ കാണണമെങ്കിൽ ഏതിന്, റോ ഡാറ്റ തന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ എന്താ റോ ഡാറ്റ എന്ന് അറിഞ്ഞിരിക്കണ്ടേ? നമ്പേഴ്സ് മാത്രം തരുന്ന ഡാറ്റ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏതാ ഇക്വേഷൻ? സിഗ്മ മോഡ് എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ എൻ. ഇനി മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീനിൽ നിങ്ങൾക്ക് എന്ത് തരികയാണ്, ഡിസ്ക്രീറ്റ് ഡാറ്റയോ ഡിസ്ക്രീറ്റ് സീരീസോ കണ്ടിന്യൂസ് സീരീസോ തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താണ്? സിഗ്മ എഫ് ഇൻറ്റു, അതെന്തുകൊണ്ട് ഈ ഇക്വേഷൻ ആകെ ഇവിടെ ഒരു എഫും ക്യാപിറ്റൽ എന്നേ ഉള്ളൂ. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ്. ടോട്ടൽ ഫ്രീക്വൻസി ആണ് എന്ത്, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. നോക്കുക, ഇതാണ് ഇവിടെ ഫ്രീക്വൻസി വരുന്നത് മാത്രം അവിടെ മാറ്റുള്ളൂ. പിന്നെ ക്യാപിറ്റൽ എൻ ആക്കണം എന്നുള്ളൂ. എണ്ണത്തിന്റെ പകരം എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എൻ ആക്കണം. സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എന്ന് തന്നെ പഠിക്കുക. മീൻ കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. റോ ഡാറ്റ ആണെങ്കിൽ സിഗ്മ എക്സ് ബൈ എൻ എന്ന് കണ്ടാൽ മതി. മീൻ കാണണമെങ്കിൽ ഡിസ്ക്രീറ്റോ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ എൻ മാറ്റണം, ഇവിടെ എഫും ചേർക്കണം. സിഗ്മ എഫ് എക്സ് ബൈ എൻ ഇവിടെ മാറ്റിയാൽ എഫും ചേർക്കണം, എൻ മാറ്റുകയും വേണം. അത്രേ ഉള്ളൂ. അടുത്താണ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഇപ്പൊ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടു. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഒന്ന് നോക്കാം. എങ്ങനെയാണ്? സിഗ്മ എക്സ് മോഡ് എക്സ് മൈനസ് മീഡിയൻ ബൈ എൻ. നോക്കിയേ, ഇവിടെ മീനിന്റെ പകരം എന്തായി, മീഡിയനായി. അത്ര വ്യത്യാസമുള്ള റോ ഡാറ്റയാണ്. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എങ്ങനെ കാണാം? എന്തിന്? ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും. സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ ബൈ എൻ. ഇവിടെ മീനിന്റെ പകരം മീഡിയൻ ആക്കി കൊടുത്താൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എടാ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ ഒന്ന് എടുത്തിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കാണാൻ വേണ്ടിയുള്ളത്. ഇക്വേഷൻ ഒക്കെ എല്ലാവരും മനസ്സിൽ ഓർത്ത് വെക്കുക. മീൻ കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് നോക്കാം ഏത് തരം ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഇത് ഏത് തരം ഡാറ്റയാണ്? ഇങ്ങനെ നമ്പേഴ്സ് മാത്രം തരുന്ന, ഇതൊന്നെങ്കിൽ ചില കുട്ടികളുടെ മാർക്ക് മാത്രം ആവാം, ഏജ് ആവാം, അവർക്ക് ലഭിക്കുന്ന പൈസ ആവാം, അങ്ങനെ എന്തോ എക്സ് എന്ന് നമ്മൾ പേര് കൊടുത്ത് വിളിക്കുകയാണ് അതിനെ. അപ്പൊ അങ്ങനെ നമ്പേഴ്സ് മാത്രം തരുന്ന ഡാറ്റയാണ് നമ്മൾ എന്താ പറയാ, റോ ഡാറ്റ എന്ന് പറയാ. റോ ഡാറ്റയിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? സിഗ്മ മോഡ് എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ സ്മോൾ എൻ എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു കള്ളി വരക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു കള്ളി വരക്കുക. എന്താണ്? എന്നിട്ട് അതിൽ എന്ത് ചെയ്യാന്ന് പറയും, ഫസ്റ്റത്തെ കള്ളിയിൽ എക്സ് എന്ന് കൊടുക്കുക. ആദ്യം ഒരു കള്ളി വരക്കുക. ഫസ്റ്റത്തെ കള്ളിയിൽ എന്ത് ചെയ്യുക, എക്സ് എന്ന് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് ഒക്കെ ഒന്ന് നിരനിരയായിട്ട് എഴുതാം. 6, 7, 10, 12, 13, 4, 8, 12 ഇങ്ങനെയാണിത്. വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരേ ലൈനിൽ എഴുതാം. എന്താണ്? ഒറ്റക്ക് സംഖ്യകൾ മാത്രമുള്ളെങ്കിൽ, ഒരൊക്കെ സംഖ്യ മാത്രമുള്ളെങ്കിൽ എന്ത് ചെയ്യുക, ഈ സൈഡിൽ കൊണ്ട് എഴുതുക. 2 സംഖ്യ ഉണ്ടെങ്കിൽ ഇതുപോലെ കൃത്യമായിട്ട് എഴുതുക.
കാൽക്കുലേറ്റർ ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, കണക്ക് കൂട്ടുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടവർക്ക് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്യുകയും ചെയ്യാം. രണ്ടാമത്തെ കളിയിൽ നമുക്ക് എന്താണ് കാണേണ്ടത് അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണല്ലോ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണല്ലോ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണല്ലോ വേണ്ടത്. ഇക്വേഷൻ എന്താണ്, സിഗ്മ എക്സ് മോഡ് എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ സ്മോൾ എൻ ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ കണ്ടുപിടിക്കുക. ഇവിടെ എൻ എത്രയാടാ, എൻ എത്രയാണ്, എൻ എന്ന് പറയുമ്പോൾ ഈ നമ്പറാണ് എണ്ണിയാൽ എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8. അപ്പൊ എൻ എത്രയാണെന്ന് കിട്ടി, 8 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്തറിയണം, സിഗ്മ എക്സ് ഇൻ മോഡ് എക്സ് മൈനസ് മീൻ അറിയണം. അതിന് വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, മീൻ കണ്ടുപിടിക്കണം. അപ്പൊ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നോക്കാം. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, റോ ഡാറ്റ ആണെങ്കിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പൊ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ എക്സ് അറിയണം. എന്താണ് സിഗ്മ എക്സ്, ഇവിടെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സിഗ്മ എക്സ് കാണും. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ്. അപ്പൊ എക്സിന്റെ ടോട്ടൽ ഒന്ന് കണ്ടാ, ഇത് മൊത്തം ഒന്ന് കൂട്ടിക്കോ. 6 + 7 + 10 + 12 + 13 + 4 + 8 + 12 അല്ലേടാ, 72 എന്ന് ലഭിക്കും. 72. അപ്പൊ നമുക്ക് മനസ്സിലായി സിഗ്മ എക്സ് 72 ആണ്. അങ്ങനെയാണെങ്കിൽ മീൻ ഒന്ന് കണ്ടടാ, എന്താ മീൻ കാണാനുള്ള ഇക്വേഷൻ, സിഗ്മ എക്സ് കിട്ടി നമുക്ക് 72 ഡിവൈഡ് ബൈ n കിട്ടി 8. അപ്പൊ എന്ത് ചെയ്യാ, ഇനി കാൽക്കുലേറ്റർ എടുക്കുക. 72 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9 എന്ന് കിട്ടും. 72 ഡിവൈഡ് ബൈ 8 എത്രയാണ്, 9. അങ്ങനെയാണെങ്കിൽ മീൻ എന്ത് കിട്ടി, 9 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത കളിയിൽ നിങ്ങൾ എന്ത് ചെയ്താ, മോഡ് എക്സ് മൈനസ് മീൻ എന്ന് എഴുതാം. മോഡ് എക്സ് മൈനസ് മീൻ. എന്തിനാ മോഡ്, നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എഴുതിക്കോ, മോഡ് എക്സ് ആരാ ഇവിടുത്തെ 6 മൈനസ് മീൻ ആരാടാ 9. ഓക്കെ ആണോ. അടുത്തതിൽ എക്സ് ആരാ 7 മൈനസ് 9. അടുത്തതിൽ ആരാ 10 മൈനസ് 9. അടുത്തതിൽ ആരാ 12 മൈനസ് 9. മോഡ് ഇടാൻ മറക്കരുത്. അടുത്തതിൽ ആരാ 13 മൈനസ് 9. അടുത്തത് 4 മൈനസ് 9. പിന്നെ 8 മൈനസ് 9. അവസാനം 12 മൈനസ് 9. ഈ എല്ലാം കൂടി കൊളായി പോകരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് കണ്ടുപിടിക്കുക. 6 മൈനസ് 9 എത്രയാ, -3. മോഡിലോട് ചിഹ്നം നോക്കണ്ട, 3. 7 മൈനസ് 9 എത്രയാണ്, 2. -2 ആണ്, ചിഹ്നം നോക്കണ്ട. 10 മൈനസ് 9 എന്ന് പറയുമ്പോൾ 1. 12 മൈനസ് 9 3. 13 മൈനസ് 9 4. ശരിയല്ലേ. പിന്നെ 4 മൈനസ് 9 5. പിന്നെ 8 മൈനസ് 9 1. 12 മൈനസ് 9 3. ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി എന്ത് ചെയ്യുക, അടുത്തായിട്ട് നമ്മളോട് എന്താ പറയുക കാണാൻ പറ്റുള്ളത് നോക്കി, സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ. അപ്പൊ ഇതിന്റെ സിഗ്മ കാണുക, സിഗ്മ മോഡ് എക്സ് മൈനസ് മീൻ കാണുക. സിഗ്മ മോഡ് എക്സ് മൈനസ് മീൻ കാണുന്ന ഇതൊക്കെ കൂടെയാണ് കൂട്ടുക. 3 2 5 6 9 9 4 13 13 5 18 18 3 19 22 ആണ് ആൻസർ ലഭിക്കുക. 22. എന്താ ലഭിക്കടാ, നമുക്ക് എന്ത് ലഭിച്ചു, 22 എന്ന് ലഭിച്ചു. ഞാനൊന്ന് കറക്റ്റ് ആണോ നോക്കട്ടെ. ഓക്കെ, 22 തന്നെയാണ്. 22 എന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടൂടെ. എങ്ങനെ കാണാം, ദ സിഗ്മ മോഡ് എക്സ് മൈനസ് മീഡിയൻ നമ്മുടെ കയ്യിലുണ്ട്, അത് 22 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്, 8 ചെയ്യുക. ഡിവൈഡഡ് ബൈ 8 ചെയ്യുക, n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 22 ഡിവൈഡഡ് ബൈ 8 ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്ത് എഴുതുക. ഇവിടെ എന്താ വരുന്നത്, 2.75 ആണ്. അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്താണ്, 2.75 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് കടക്കാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ തന്നെയാണ്. ഇത് ഏത് തരം ഡാറ്റയാണ്, ഇത് നമുക്കറിയാം, ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. കാരണം എക്സും തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്, ഏതാണ് കാര്യം തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കള്ളി വരക്കാൻ തന്നത് എഴുതാം. കള്ളി വരക്കാം. തന്നത് എന്താണ്, ഒന്ന് എക്സ് ആണ് തന്നിട്ടുള്ളത്, അത് ആദ്യം എഴുതിക്കടാ. 2 5 6 8 10 12. ഓക്കെ ആണോ, 10 12. രണ്ടാമത്തെ എന്താ തന്നിട്ടുള്ളത്, എഫ് ആണ് തന്നിട്ടുള്ളത്. എഫിന്റെ എന്താണ്, എഫ് ഒന്ന് നോക്കിയേ, 2 8 10 7 8 5. ഓക്കെ ആണോ, ഇങ്ങനെ എഫ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കാണേണ്ടതെന്നുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്താടാ, അബൌട്ട് മീൻ ഫോർ ഡിസ്ക്രീറ്റ് സീരീസിന്റെ എന്താണ്, നമുക്കറിയാം, സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ എൻ എങ്ങനെ കാണാം, ക്യാപിറ്റൽ എൻ കാണാൻ എനിക്ക് പഠിപ്പിച്ചത് എങ്ങനെയാടാ, സിഗ്മ എഫ് കണ്ടാൽ മതി. എങ്ങനെയാണ് സിഗ്മ എഫ് കാണുക, എഫ് ഒക്കെ കൂടി കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ കൂട്ടിക്കോ, 2 8 10 20 28. നിങ്ങൾ കൂട്ടി നോക്കുക കറക്റ്റ് ആയിട്ട്. എന്താണ്, 2 + 8 + 10 + 7 + 8 + 5. ആൻസർ വരുന്നത് എന്താടാ, 40 ആണ്.
അപ്പൊ എന്ത് ലഭിക്കും നിങ്ങൾക്ക്? 40 എന്ത് ലഭിക്കും? അപ്പൊ 40 എന്ത് എഴുതുക. അപ്പൊ സിഗ്മ എഫ്, അതായത് സിഗ്മ എഫ് തന്നെയാണ് എന്ത് നമ്മുടെ എൻ എന്ന് പറയുന്നത്. എൻ 40 എന്ന് ലഭിച്ചു. ഇനി നമുക്ക് എന്ത് വേണം? മീൻ വേണം. അപ്പൊ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മീൻ കാണാനുള്ളത് ഡിസ്ക്രീറ്റ് ഡാറ്റയ്ക്ക് ഡിസ്ക്രീറ്റ് സീരീസിന് മീൻ കാണാൻ നിങ്ങൾക്കറിയാം സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് എക്സ് വേണ്ട ഇവിടെ. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് ഒന്ന് കാണാം, എഫ് എക്സ് അടുത്ത് കാണാം. എങ്ങനെ എഫ് എക്സ് കാണാം? 2 × 2 4, 8 × 5 എത്ര? 8 × 5 എത്രയാണ്? 40. അടുത്തത് 10 × 6 60. 8 × 7 എത്രയാണ്? 8 7 എത്രയാണ്? 8 × 7 എത്രയാണ്? 56. അടുത്തത് 10 8 80. 12 2 5 10. 61 1 5 5 1 60 ആണ്. 12 5 എത്രയാണ്? 12 × 5 60 തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അറിയാം, ഇനി അവരവിടെ എന്താണ് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എഫ് എക്സ് കാണുക, അതായത് ടോട്ടൽ അങ്ങ് കൂട്ടുക. എന്താ കൂട്ടിക്കോ? താഴത്തുനിന്ന് കൂട്ടി തുടങ്ങുക. 60 + 80 + 56 + 60 + 60 പ്ലസ് പിന്നെത്താണ് 40 + 4 40 + 4 300 എന്ന് ലഭിക്കും. നിങ്ങൾക്ക് എന്ത് ലഭിക്കൂടാ? 300 എന്ന് കിട്ടും. അപ്പോ എന്താണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മീൻ കണ്ടൂടെ? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ചെയ്താൽ മതി. 300/40 ചെയ്താൽ മതി. 300 എന്താണ്? 40 ചെയ്ത് നോക്കുക. 300/40 ചെയ്ത് നോക്കുക. 300 ഡിവൈഡഡ് ബൈ 40 എന്ന് പറയുന്നത് 7.5 ആണ്. 7.5 നിങ്ങൾ എന്ത് ചെയ്യും? ചില ആൾക്കാർ അതിനെ റൗണ്ട് ചെയ്തൊക്കെ എടുക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, റൗണ്ട് ചെയ്ത് എടുക്കുന്നില്ല ഇവിടെ. കാരണം നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോഴേ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. നമ്മളെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്. ഇതല്ലാതെ കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? വീഡിയോ കൂടുതൽ ലെങ്ത് ആകാതെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് കാണണം? ഇത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണണമെങ്കിൽ സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയം കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എഫ് ഇൻറ്റു മോഡ്, അതായത് മോഡ് എക്സ് മൈനസ് മീൻ ഒന്ന് ആദ്യം കാണാം. മോഡ് എക്സ് മൈനസ് മീൻ ഒന്ന് ആദ്യം കാണാം. എന്താണ് മോഡ് എക്സ് മൈനസ് മീൻ? മോഡ് എക്സ് നിൽക്കുന്നു. മോഡ് 2 - 7.5. അടുത്തത് 5 - 7.5, 6 - 7.5, 8 - 7.5. അങ്ങനെ ഓരോന്ന് എഴുതി തന്നെ ചെയ്യാം. 10 - 7.5. അടുത്തത് 12 - 7.5 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? എന്താണ് ഇവിടെ? 2 - 7.5 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5.5 എന്ന് കിട്ടും. 5.5 5ലേക്ക് 2.5 ആണ്, 1.5 ആണ്, എന്താണ് 0.5 ആണ് ഇവിടെ വരിക. അടുത്ത 8 2.5 ആണ് ഇവിടെ വരിക. അടുത്തത് ഇവിടേക്ക് 2.5, 12 - 7.5 ചെയ്ത് നോക്കുക. 7.5 ചെയ്ത് നോക്കുക. 4.5 ആണ് ആൻസർ വരിക. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ആഡ് ചെയ്യണോ? ഇതെല്ലാം കൂടി നമുക്ക് നോക്കാം. സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ ആണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സിഗ്മ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ ഒന്ന് കണ്ടാണ്. അടുത്തത് എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ. ഫ്രീക്വൻസിയുടെ കൂടെ ഈ മോഡ് എക്സ് മൈനസ് മീൻ കൂട്ടിയാൽ മതി. ഫ്രീക്വൻസി 2 × 5.5 2 × 5.5 8 × 2.5 8 × 2.5 10 × 1.5 10 × 1.5. അടുത്തത് 7 × 0.5 7 × 0.5. അടുത്തത് 8 × 2.5 8 × 2.5. അടുത്തത് എന്താണ്? ലാസ്റ്റ് 5 × 4.5 5 × 4.5 ആണ്. അടുത്തത് ഇത് എത്രയാണ്? 11 വരും. കാരണം പോയിന്റ് ഇത് 110 വരും. ഒരു പോയിന്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ 11. അടുത്തത് 2.8 × 2.5 8 × 2.5 അല്ലടാ. അങ്ങനെയാണെങ്കിൽ അത് 20 വരും. 20. അടുത്തത് ഇത് 15 വരും. ഇനി ഇത് 3.5 വരും. ഇത് 8 × 2.5 8 × 2.5 അല്ലേ ചെയ്തത്? 20 തന്നെയാണ്. അടുത്ത 5 × 4.5 എത്രയാണ്? 5 × 4.5 4.5 × 5 22.5 ആണ്. നമുക്കറിയാം. ഇനി എന്ത് കാണണമെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണണമെങ്കിൽ ഇതിന്റെ സിഗ്മ എടുക്കണം. അപ്പൊ സിഗ്മ എടുത്തു. സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ കണ്ടോ? സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ എന്താ? ഇതിന്റെ എല്ലാം കൂടി ടോട്ടൽ നിങ്ങൾ എടുക്കുമ്പോൾ ഞാനൊന്ന് ആൻസർ നോക്കട്ടെ. എത്രയാടാ? 92 ആണ് ആൻസർ വരിക. കാരണം എനിക്കിങ്ങനെ വീഡിയോ ലെങ്ത് ആക്കാൻ വയ്യ. അപ്പൊ നിങ്ങൾക്ക് കാണാനുള്ള മടുപ്പ് വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ 92 എന്ന് വരും. നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യുമ്പോഴും എന്റെ സമയം വേസ്റ്റ് ആവുകയാണ്. എന്താ ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്തൊന്ന് ചെയ്ത് നോക്കുക. 92.0 കിട്ടും. 92 ആണ് ആൻസർ വരിക. 92.0 ലഭിക്കും. 92 ആണ് ആൻസർ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ആൻസർ ഒന്ന് കണ്ടെത്തിക്കൂടെ? എന്താ ആൻസർ വരിക? ഞാൻ ഈ മീനിന്റെ ഈ ഒരു ഭാഗം വായിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമുക്കറിയാം എന്താണ്
സിഗ്മ എഫിന്റെ മോഡ് എക്സ് മൈനസ് മീൻ ആണ് 92 ഡിവൈഡഡ് ബൈ എന്താണ് 92 ഡിവൈഡഡ് ബൈ എന്ന് ചെയ്തേ 14 92 ഡിവൈഡഡ് ബൈ 14 നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും റൗണ്ട് ചെയ്ത് എല്ലാത്തിനെയും 92 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക 14 ആണ് 2.3 ആണ് ആൻസർ. എന്താണ് ആൻസർ 2.3 ആണ്. ശരിയാണ് നോക്കട്ടെ ആൻസർ എന്താണ് 2.3 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതോടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എടാ അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ തന്നെയാണ്. നമുക്ക് ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, കൂടാതെ ക്ലാസ് തന്നിട്ടുണ്ട്. ഏത് തരം ഡാറ്റയാടാ ഇത് കണ്ടിന്യൂസ് സീരീസ് ആണ്. ഇത് കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ അതിന്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, മീൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. തന്ന ഡാറ്റ അതുപോലെ ആദ്യം ഒരു കണ്ണിലെടുത്ത് എഴുതിക്കുക. തന്ന ഡാറ്റ ഒന്ന് എഴുതിക്കട തന്നൊന്ന് എഴുതിക്കുക. തന്നെ എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, ക്ലാസ് ഒന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ക്ലാസ് ഒന്ന് വരച്ചിട്ട് ക്ലാസ് എഴുതാം. ഏതാണ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 50 to 60 ഇതുവരെ തന്നിട്ടുള്ളത്. അടുത്തതിൽ എന്ത് എഴുതാം ഫ്രീക്വൻസി എഴുതാം. അടുത്തതിൽ എന്ത് എഴുതാം ഫ്രീക്വൻസി എഴുതാം. അടുത്തതിൽ എന്ത് എഴുതാം ഫ്രീക്വൻസി ഒന്ന് എഴുതിക്കേ. തന്ന ഫ്രീക്വൻസി ഒന്ന് എഴുതിക്കേ. ഏതൊക്കെയാണ് 12 നേരെ എഴുതട്ടോ 12, 18, 27, 20, 17, 6 17, 6. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ഈ അടുത്തത് എന്ത് എഴുതണം തീരുമാനിക്കുന്നത് നമ്മളെ ഇക്വേഷൻ ആണ്. നമ്മളെ ഇക്വേഷൻ എന്താണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്താണ് ഫോർ എന്താണ് കണ്ടിന്യൂസ് സീരീസിന്റെ ഇക്വേഷൻ എന്താ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ഇതിൽ ക്യാപിറ്റൽ എൻ കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം സിഗ്മ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്താണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യും 100 എന്ന് ലഭിക്കും. ഞാനിവിടെ നോക്കിയിട്ട് എഴുതുന്നത് നിങ്ങൾ എന്ത് ചെയ്യും കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 100 എന്ന് ലഭിക്കും നിങ്ങൾക്ക്. അപ്പം എനിക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ആൻസർ എന്ത് ലഭിക്കും 100 എന്ന് ലഭിക്കും. നമുക്ക് അടുത്തായിട്ട് എന്താ വേണ്ടത് ഇനി നമുക്കറിയാം എന്ത് ചെയ്യണം മീൻ എക്സ് മൈനസ് മീൻ കാണണമെങ്കിൽ മോഡ് എക്സ് മൈനസ് മീൻ കാണണമെങ്കിൽ നമുക്ക് എന്താ അറിയണം ആദ്യം മോഡ് എക്സ് മൈനസ് മീൻ കാണണമെങ്കിൽ നമുക്ക് ആദ്യം എന്താ അറിയണടാ അതിന് മീൻ അറിയണം. മീനിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താ നോക്കാം. മീനിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താ മീനിന് സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അതിന് എഫ് എക്സ് അറിയണം. അതിന് എക്സ് എവിടെ എക്സ് ആണ് നമുക്ക് കാണാൻ. ഇവിടെ എക്സ് ക്ലാസ്സിൽ എക്സ് തരില്ല. അപ്പൊ എക്സ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും എക്സിന് പകരം മിഡ് എക്സ് എന്നൊരു പരിപാടി എടുക്കും. ക്ലാസിന്റെ നടുവിലുള്ള സംഖ്യ അതെങ്ങനെ കാണാം ഈ തലക്കത്ത് 2 തലക്കത്തെ സംഖ്യ കൂട്ടുക ഡിവൈഡഡ് ബൈ 2. 0 + 10/2 എത്രയാണ് 0 + 10 5 0 + 10 10 ആണ്. 10/2 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മിഡ് എക്സ് 5 ആണ്. അടുത്തത് 10 + 20 30 ആണ്. 30/2 എത്രയാണ് 15 ആണ്. അതായത് നിങ്ങൾ ഇതിന്റെ നടുവിലുള്ള സംഖ്യ നോക്കുമ്പോൾ 20 30 നടുവിലുള്ള സംഖ്യ അത് 25. ഇനി ഇങ്ങനെ കൂട്ടിപ്പോയാൽ മതി 35 45 55 എന്നിങ്ങനെ കൂട്ടി പോവാ. ഇത്രയുള്ള പരിപാടി ഓക്കെ ആണ്. അപ്പൊ മിഡ് എക്സ് നമുക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത പരിപാടി എന്താണ് എഫ് എക്സ് കാണുക. ഇത് അത്ര പരിപാടി ഉള്ളൂ. എഫ് എക്സ് കാണുക. എഫ് എക്സ് ഒന്ന് കണ്ടേ എന്താണ് 12 × 5 12 × 5 എന്ന് പറയുന്നത് എത്രയാണ് 12 ഞാൻ എഴുതി വെക്കാം. 12 × 5 = 18 × 15 നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക ഇപ്പൊ തന്നെ ചെയ്യാം. 27 × 25 എന്താണ് 20 × 35 17 × 45 എത്രയാണ് 6 × 55 ഇങ്ങനെ എഴുതി വെച്ച് ചെയ്യാം. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. ഞാൻ എന്റെ കാൽക്കുലേറ്റർ ഒന്ന് എടുക്കട്ടെ. എന്താണ് 12 × 5 ചെയ്യാം. 12 × 5 എത്രയാണ് 60 ആണ്. 12 × 5 എത്രയാണ് 60 ആണ്. 18 × 15 ചെയ്യാം. 18 × 15 എന്ന് പറയുന്നത് 270 ആണ്. 27 × 25 ചെയ്യാം. 27 × 25 എത്രയാണ് 675 ആണ്. നിങ്ങൾ എന്തായാലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. മനക്കണക്ക് ചെയ്യരുത്. നമ്മൾ തെറ്റിപ്പോയ ആൻസർ എന്ത് ചെയ്യും അവർ തെറ്റും. നിങ്ങൾ മനക്കണക്ക് ചെയ്താണെന്നൊന്നും ആരും നോക്കൂല. അപ്പൊ 700. അടുത്തത് 17 × 45 17 × 45 17 × 45 എത്രയാണ് 765. 6 × 55 എത്രയാണ് 6 × 55 എന്ന് പറയുന്നത് 330 ആണ്. നമുക്കിനി വേണ്ടത് മീൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം സിഗ്മ എഫ് എക്സ് വേണം. സോ സിഗ്മ എഫ് എക്സ് കാണാൻ എത്ര നോക്കട്ടെ. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് സിഗ്മ എഫ് എക്സ് അത് 2800 ആണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് 2800 തന്നെയല്ലേ 2800 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ കണ്ടുകൂടത് വെച്ചിട്ട് മീൻ കാണുക എന്താണ് 2800 ഡിവൈഡഡ് ബൈ 100 2800 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് 28 ആണ്. ആ 2 0 കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആൻസർ ആയി 28 എന്ന് ലഭിക്കും. ഇനി നമുക്ക് വേണ്ടത് മോഡ് എക്സ് മൈനസ് മീൻ ആണ്. അടുത്തായി നമുക്ക് എന്ത് വേണം മോഡ് എക്സ് മൈനസ് മീൻ വേണം. മോഡ് എക്സ് മൈനസ് മീൻ ഒന്ന് വേണമല്ലോ. അപ്പൊ എങ്ങനെ എടുക്കാം മോഡ് എക്സ് മൈനസ് മീൻ എന്ന് നിർത്തിയടാ. എവിടെ നമ്മൾ എക്സ് എവിടെതാ 5
മോഡ് 5 മൈനസ് മീൻ എത്രയാണ് 28, മോഡ് 15 മൈനസ് 28, 25 മൈനസ് 28, 35 മൈനസ് 28, 45 മൈനസ് 28, അടുത്തത് 55 മൈനസ് 28. ഓക്കെ ആണോ? എന്താണ് ഈ 5 മൈനസ് 28 എന്ന് പറയുമ്പോൾ 23 ആണ്. ഇത് വരുമ്പോൾ 15 5 8 5 8 13 ആണ്. സോ 13. അടുത്തത് 3, അടുത്തത് എന്താണ് 7. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 45 മൈനസ് 28, 45 മൈനസ് 28 ചെയ്യാം, 17 എന്ന് ലഭിക്കും. അടുത്ത 55 മൈനസ് 27 എന്ന് പറയുമ്പോൾ എന്താ 28 എന്ന് പറയുമ്പോൾ അത് 27 ആണ് ആൻസർ ലഭിക്കുക നിങ്ങൾക്ക്. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? വേഗം വേഗം ചെയ്ത് തീർക്കാം. നമുക്ക് എന്ത് വേണം? അടുത്ത കളിയിൽ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ വേണം. എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ കണ്ടാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാൻ പറ്റുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. നേരിട്ട് കാണാം. എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീന് എന്താണ്? എഫും അതായത് 12 × 23 ചെയ്യാം. 12 × 23, 12 × 23 എത്രയാണ്? 12 × 23 എന്ന് പറയുന്നത് എന്താണ്? 276 ആണ്. 18 × 13, 18 × 13, 27 × 3, അങ്ങനെ അങ്ങനെ എഴുതിക്കോ. 27 × 3, 20 × 7, അടുത്തത് 17 × 17, 17 × 17, 6 × 27, 6 × എന്താണ് 27. ആൻസർ കണ്ടോ? 18 × 13 എത്രയാണ് നോക്കാം. 18 × 13 അത് 234 ആണ്. 27 × 3, 27 × 3 അത് 81 ആണ്. 20 × 7 അതെന്താ 2 7 14 140 ആണ് ആൻസർ. 17ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണെന്ന് തോന്നില്ല. 17ന്റെ സ്ക്വയർ എത്രയാണ്? 324, 289 ആണ്. 289. അത് 6 × 27, 6 × 27 എത്രയാണ് നോക്കാം. 162 ആണ്. 162 ആണ്. സോ നമുക്ക് എന്ത് വേണം ഇനി കൂടാതെ? സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ വേണം. അപ്പൊ സിഗ്മ ഇട്ടോ. സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതിയടാ? ഇതിന്റെ ടോട്ടൽ കണ്ടാൽ മതി. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് 1182 എന്ന് ലഭിക്കും. 1182. സോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാം. മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാനുള്ള ഇക്വേഷൻ അങ്ങ് ഇട്ട് കൊടുത്തടാ. സിഗ്മ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീൻ എത്രയാടാ? 1182 ഡിവൈഡഡ് ബൈ എന്താടാ? നമ്മളെ എൻ എത്രയാണ്? 100. എൻ എത്രയാടാ? 100 ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ 11.82 ആണ്. സോ ആൻസർ കറക്റ്റ് അല്ലേ നോക്കട്ടെ. യെസ്, 11.82 തന്നെയാണ് നമ്മൾ ആൻസർ. സോ മര്യാദക്ക് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനിലേക്ക് പോകാം. അത് ഭയങ്കര ടഫാണ്, കുറച്ചൊരു ടഫ് ഉണ്ട്. പക്ഷെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ എന്ത് ചെയ്യാം? സിമ്പിൾ ആക്കി തരാം. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളെ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ വളരെ ലെങ്തി ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്ത് ചെയ്യുക? നോമ്പൊക്കെ നോറ്റിട്ടാണ് ഇരിക്കുന്നത് എനിക്കറിയാം. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ ഭാഗത്ത് ഒറ്റ മാർക്കും പോകാതെ ഇരിക്കുള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വീഡിയോ ഇതൊന്നും നിങ്ങൾ കണ്ടില്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തീർച്ചയായിട്ടും കാണണം. അതാണ് നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ. അത് മൂന്നാമത്തെ പാർട്ടായിട്ട് വരും. രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം അതിൽ മൂന്നാമതായി ചെയ്യുന്ന മോഡൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും വരാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. സോ എന്ത് ചെയ്യുക? അതൊക്കെ നിങ്ങൾ ഇതിലും ഏറ്റവും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഇവിടെയുണ്ട്. അപ്പോൾ എന്ത് എല്ലാം മുഴുവനായിട്ട് കാണും. സോ ബൈ.